വെടിനിർത്തൽ യാഥാർത്ഥ്യമായതോടെ ഇറാൻ സാധാരണ നിലയിലേക്ക്. ഇസ്രായേലും ഇറാനും പരസ്പരമുള്ള ആക്രമണം പൂർണ്ണമായും നിർത്തി. ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ല എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഫോർദോ ആണവ നിലയത്തിലെ US ആക്രമണത്തിൽ കാര്യമായ ഫലമുണ്ടായിട്ടില്ല എന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. ഗസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി തുടരുകയാണ്. BK സുഗേലുണ്ട് വിവരങ്ങൾ നൽകാനായി. BK സുഗേൽ, ആദ്യം നമുക്ക് ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരിശോധിക്കുമ്പോൾ വെടിനിർത്തൽ യാഥാർത്ഥ്യം, അക്രമം അവസാനിച്ചു, അതോടുകൂടെ പശ്ചിമേഷ്യയിലെ ആ യുദ്ധഭീതി ഒഴിഞ്ഞിരിക്കുന്നു, പശ്ചിമേഷ്യ ഒന്നാകെ സമാധാനം പുലർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? 24 മണിക്കൂർ മുമ്പ് പോലും വലിയ ആശങ്കയായിരുന്നു. വെടിനിർത്തൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമാവുമോ എന്നുള്ള വലിയ ആശങ്കകൾ നിലനിന്നു. പ്രത്യേകിച്ചും പരസ്പരം വെടിനിർത്തൽ ലംഘനം ആരോപിച്ചു. ഇസ്രായേലിലേക്ക് ഇന്നലെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലിൽ 6 പേർ കൊല്ലപ്പെട്ടു. അത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും ഒരു വെടിനിർത്തൽ ഉണ്ടാകുമോ, നെതന്യാഹു വഴങ്ങുമോ എന്നൊക്കെയായിരുന്നു നമ്മുടെ ചോദ്യമെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും അതിന് നെതന്യാഹു കീഴടങ്ങിയിരിക്കുന്നു. ഇത്രയും വലിയ ആക്രമണവും മരണവും നടന്ന ദിവസം പോലും അത് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ഇസ്രായേലാണ് വിജയിച്ചത് എന്നൊക്കെ പറയാനും നെതന്യാഹു തയ്യാറാകുന്നു എന്നുള്ളിടത്താണ് ഈ യുദ്ധത്തിൽ ഇറാൻ്റെ ഏറ്റവും വലിയ നീക്കം ശ്രദ്ധേയമാകുന്നത്. കഴിഞ്ഞ 12 ദിവസം ഇറാൻ ഇസ്രായേലിനു നേരെ നടത്തിയ ആക്രമണങ്ങൾ അത് തീർച്ചയായും ഇതിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകാനും ആരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ എത്തിക്കുന്നതിലും കാരണമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഈ ആക്രമണം തുടങ്ങുന്ന ദിവസം 13-ാം തീയതി എല്ലാവരും വിചാരിച്ചത്, പലരും മാധ്യമങ്ങളിലൂടെ അടക്കം പറഞ്ഞത് ഇറാനിൽ നടത്തിയ ആക്രമണത്തോടു കൂടി ഇറാൻ്റെ കഥ കഴിഞ്ഞു എന്നും ഇനി തിരിച്ചടിക്കാൻ സാധിക്കില്ല എന്നൊക്കെ വിലയിരുത്തിയ ആളുകൾക്ക് ശക്തമായ ഒരു സന്ദേശം തന്നെയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും റഷ്യയും ചൈനയുമൊക്കെ ഇറാൻ്റെ കൂടെ തന്നെ നിൽക്കുകയും നയതന്ത്ര നീക്കങ്ങൾക്ക് കരുത്തു പകരുകയും ചെയ്തു. ഇപ്പോൾ ഏതായിരുന്നാലും ഇറാനിലോ ഇസ്രായേലിലോ കഴിഞ്ഞ രാത്രി ഒരു ആക്രമണവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ആക്രമണത്തിൽ ഫോർദോ ആണവ നിലയത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് ഒരു US ഇൻ്റലിജൻസ് വിവരം അത് ലീക്കാവുകയും ചെയ്തു. അത് അമേരിക്കയിൽ വലിയ ചർച്ചയാവുന്നു. ഇന്ന് അമേരിക്കൻ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടും പ്രധാനപ്പെട്ട ചർച്ചയും ആയി വരുന്ന ഒരു കാര്യം ഈ ഇൻ്റലിജൻസ് ചോർച്ചയാണ്. ഫോർദോ ആണവ നിലയത്തിന് നേരെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് B-2 ബോംബർ വിമാനങ്ങൾ വഴി ആക്രമണം നടത്തിയിട്ട് എന്ത് സംഭവിച്ചു? അതിന് കോടിക്കണക്കിന് ഡോളറാണ് പണം ചെലവഴിച്ചിട്ടുള്ളത്. 270 കോടി എന്നെല്ലാമുള്ള കണക്കുകൾ പുറത്തു വരുന്നു. ഏതായിരുന്നാലും അത്രയും പണം ചെലവഴിച്ചിട്ട് എന്തു നേടി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കാര്യമായ ഒരു നേട്ടമുണ്ടാക്കാനോ, യഥാർത്ഥത്തിൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിക്കുന്നത് മുകൾ നിലയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിനല്ല, അത്രയും താഴെ 60-70 അടി താഴെ സ്ഥിതി ചെയ്യുന്ന ഈ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുണ്ട് എന്ന് അമേരിക്കയും ഇസ്രായേലും ഒക്കെ വാദിക്കുന്ന വസ്തുക്കൾ അതിന് താഴെയുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ്. പക്ഷേ അതിനെ നശിപ്പിക്കാനും അവിടേക്ക് എത്താനുമൊന്നും ഇതിന് സാധിച്ചിട്ടില്ല എന്നുള്ള വലിയ വിമർശനങ്ങൾ US മാധ്യമങ്ങൾ ഉന്നയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് നെതന്യാഹുവിനെ ഡൊണാൾഡ് ട്രംപ് കബളിപ്പിച്ചു എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്. നെതന്യാഹു ആണ് യഥാർത്ഥത്തിൽ ഈ ഇറാനിൽ ആക്രമിച്ച് കൈപ്പൊള്ളിയത് എന്ന് കൃത്യമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പിന്തുണയും ഈ വിഷയത്തിൽ നെതന്യാഹുവിന് വിചാരിച്ച രൂപത്തിൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാവുന്ന തരത്തിലാണ്. അതേസമയം ഖാംനായിയെ വധിക്കുമെന്നും ഇറാനെ ഇല്ലാതാക്കുമെന്നും അവിടെ ഭരണത്തിൽ മാറ്റമുണ്ടാകുമെന്നും ജനങ്ങളാകെ തെരുവിലിറങ്ങുമെന്നുമൊക്കെ വിചാരിച്ചിരുന്ന ഇസ്രായേലിന് കൂടുതൽ പിന്തുണ ഈ ഇറാനിനുള്ളിലുള്ള ഭരണകൂടത്തിന് കിട്ടുന്നത് നമ്മൾ കാണുന്നു. ഇന്നലെ തെരുവിലിറങ്ങിയ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ വിവിധ നഗരങ്ങളിലുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ ഇറാനിലെ ഭരണകൂടത്തിന് മുദ്രാവാക്യം വിളിക്കുന്നു. ഈ ഭരണം എന്ന് നിലനിൽക്കട്ടെ എന്ന് പറയുന്നു. അമേരിക്കക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. ഇസ്രായേലിനെതിരെയുള്ള പ്രകടനങ്ങൾ നടത്തുന്നു. അപ്പോൾ അവരെല്ലാവരും തന്നെ ഒരു ഐക്യപ്പെടുത്താനും, പ്രത്യേകിച്ചും ഇറാനിലെ സർക്കാരിനെതിരെയുള്ള വലിയ നീക്കങ്ങളുണ്ടായിരുന്നു. പാശ്ചാത്യ സഖ്യങ്ങളും അതേപോലെ തന്നെ മാധ്യമങ്ങളുമെല്ലാം വളർത്തിക്കൊണ്ടുവന്ന ആളുകളും അതേപോലെ തന്നെ പലതരങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളും ഒക്കെ അവിടെ ശബ്ദങ്ങൾ ഉയർത്തിയിരുന്നു. ആ ആളുകളെ ഒക്കെ തന്നെ ഇറാനു വേണ്ടി, ഇറാനിലെ ഇപ്പോൾ നിലനിൽക്കേണ്ടത് ഈ ഐക്യ സർക്കാരിന് വേണ്ടിയാണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണം അത് നമ്മുടെ ദേശീയതയ്ക്കെതിരാണ്, ദേശീയ പതാക കീഴിൽ ഒന്നിച്ചു നിൽക്കണം എന്നൊരു സന്ദേശം അവർ നൽകാൻ തയ്യാറായി. അപ്പോൾ ആ ആളുകളെ പോലും സർക്കാരിനു വേണ്ടിയും ഇറാനു വേണ്ടിയും സംസാരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ആ അർത്ഥത്തിലെല്ലാം ഈ ഒരു യുദ്ധം നമുക്കറിയാം,
ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഗസയിലും അതേപോലെ തന്നെ ലബനാനിലും സിറിയയിലും ഒക്കെ ഒരുപക്ഷെ യമനിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നു എങ്കിലും ഇവിടെ കാര്യമാത്ര പ്രസക്തമായ ഒരു നേട്ടവും ഉണ്ടാക്കാതെ കുറേയേറെ പണം ചെലവഴിച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. ഇസ്രായേലിന് നമുക്ക് കാണാൻ കഴിയും, ഇസ്രായേലിനുള്ളിൽ അയൺ ഡോം സംവിധാനം, ആരോ ധാഡ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി മില്യൺ കണക്കിന് 230-ലധികം മില്യൺ ഡോളർ ഓരോ ദിവസവും ചെലവഴിക്കേണ്ട അവസ്ഥയായിരുന്നു കഴിഞ്ഞ 12 ദിവസവും ഇസ്രായേലിനുള്ളത്. അവരുടെ സാമ്പത്തികമായി വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അതേപോലെ തന്നെ ആ ഇടം സുരക്ഷിതമല്ല, ഇസ്രായേൽ സുരക്ഷിതമല്ല എന്ന് വ്യാപാര സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ നിക്ഷേപങ്ങൾ ഇറക്കുന്ന കമ്പനികൾ അവരെല്ലാം തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് പലരും കെട്ടുകെട്ടി പോകുന്ന സാഹചര്യമുണ്ടായി. ഇസ്രായേലി ജനത തന്നെ വിമാനം തുറക്കാത്തപ്പോൾ പോലും സാധാരണക്കാർക്ക് വേണ്ടി വിമാനത്താവളങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യങ്ങൾ നടന്നും കപ്പൽ വഴിയും ബോട്ട് വഴിയുമൊക്കെ ഇസ്രായേലിൽ നിന്ന് കടന്നു പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇറാനിയൻ ജനത മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു, ഇസ്രായേൽ എന്ന് പറയുന്നത് സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ ഒരു ഇടമല്ല എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആക്രമണത്തിൽ ഉണ്ടായത്. അപ്പോൾ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കുക. ഇറാനിയൻ ജനത അവരുടെ സർക്കാരിനൊപ്പവും അതേപോലെ തന്നെ ആ രാജ്യത്തിനു വേണ്ടിയും ഐക്യപ്പെടുകയും ഒന്നായി ചേരുകയും ചെയ്തു എങ്കിൽ ഇസ്രായേലിൽ നമ്മൾ കാണുന്നത് അവർ വിഘടിക്കപ്പെടുന്നു, അവരിൽ അസ്വസ്ഥതയുണ്ടാകുന്നു, പലരും ഇസ്രായേൽ വിടണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് പോകുന്നു. ഇതാണ് ഈ ഒരു 12 ദിവസത്തെ യുദ്ധത്തിൻ്റെ ഒരു ബാക്കി പത്രം എന്ന് പറയുന്നത്. ബി കെ വളരെ കൃത്യമായി തന്നെ സംഭവ വികാസങ്ങൾ പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഗസയിലെ വാർത്തകളെല്ലാം സമഗ്രമായി തന്നെ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ബി കെ സുഗേലാണ് നൽകിയത്.